അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ശുചിത്വ മുന്നേറ്റ പദ്ധതി ക്ലീൻ അടിമാലി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി പദ്ധതി പങ്കാളിത്ത യോഗം ചേർന്നു. ഓർക്കല ഇന്ത്യ ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ CSR ഫണ്ട് 3 കോടി രൂപ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അടിമാലിയിലെ മലിനജല ശുദ്ധീകരണത്തിന് 25 ലക്ഷം രൂപയുടെ പദ്ധതിയും ഓർക്കല ഇന്ത്യ ഈസ്റ്റേൺ ഗ്രൂപ്പ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അധ്യക്ഷനായിരുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ശുചിത്വ മുന്നേറ്റ പദ്ധതി ക്ലീൻ അടിമാലി നടപ്പാക്കുന്നതിന് മുന്നോടിയായി പദ്ധതി പങ്കാളിത്ത യോഗം ചേർന്നു. ഓർക്കല ഇന്ത്യ ഗ്രൂപ്പിന്റെ CSR ഫണ്ട് 3 കോടി രൂപ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അടിമാലിയിലെ മലിനജല ശുദ്ധീകരണത്തിന് 25 ലക്ഷം രൂപയുടെ പദ്ധതിയും ഓർക്കല ഇന്ത്യ ഗ്രൂപ്പ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പങ്കാളിത്തത്തോടെയാണ് പദ്ധതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ. 3 വർഷം കൊണ്ട് 3 ഘട്ടങ്ങളിലായി 3 കോടി രൂപ ചെലവിൽ പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യം. ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, സമൂഹ പങ്കാളിത്തം, തൊഴിലാളി ക്ഷേമം, സുസ്ഥിര വികസനം, ടൗൺ സൗന്ദര്യവൽക്കരണം എന്നിവയെ ഒരുമിപ്പിച്ചുകൊണ്ട് 3 വർഷം കൊണ്ട് നടപ്പാക്കുന്ന സമഗ്രമായ ബൃഹത് പദ്ധതിയായിട്ടാണ് ക്ലീൻ അടിമാലി വിഭാവനം ചെയ്തിട്ടുള്ളത്. ശാസ്ത്രീയവും കാര്യക്ഷമവുമായ മാലിന്യ സംസ്കരണം, ഹരിതകർമ്മസേനയുടെ തൊഴിൽ സാഹചര്യവും വരുമാനവും മെച്ചപ്പെടുത്തുക, വീടുകളിലും സ്ഥാപനങ്ങളിലും ശാസ്ത്രീയമായി മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുക, പൊതുസ്ഥലങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ശുചിത്വ സംവിധാനം മെച്ചപ്പെടുത്തുക, മാലിന്യ നിർമ്മാണം കുറയ്ക്കുന്നതിനും പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബോധവൽക്കരണം നൽകുക, അടിമാലിയെ മാതൃകാ ശുചിത്വ പഞ്ചായത്തായി ഉയർത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. സർവ് റൂറൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓപ്പറേഷൻ ഹെഡ് മുസമിൽ പദ്ധതി വിശദീകരണം നടത്തി. 3 കോടി രൂപ നമുക്ക് അനുവദിക്കുമ്പോൾ ഏതാണ്ട് 1.5 കോടി രൂപ ഇവിടെ മിഷനറീസ് മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ പദ്ധതി അവര് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മാലിന്യവുമായി ജലശുചീകരണവുമായി ബന്ധപ്പെട്ട് ഒരു 25 ലക്ഷം രൂപ നമ്മുടെ ഈ മേഖലയിലുള്ള മോശമായ വെള്ളങ്ങളെല്ലാം നമുക്ക് നല്ലതായി അത് പരിഹരിച്ച് നമ്മുടെ അടിമാലി തോട്ടിലേക്ക് വിടുന്നതിന്, കുടിക്കുന്ന വെള്ളത്തിന് തുല്യമായ രീതിയിൽ ആണ് അതിന്റെ പ്രവർത്തനം നടത്തുന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈഹാനത്ത് ഷുക്കൂർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ TK ഷാജി, മനീഷ് നാരായണൻ, ബേബി ജോസഫ് അഞ്ചേരി, ലത സലി, മഞ്ജു ബിജു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി R നന്ദകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി കൃഷ്ണപിള്ള, S ശില്പ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായികൾ, സ്കൂൾ പ്രിൻസിപ്പൽമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പദ്ധതി പങ്കാളിത്ത യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.